കൊടകിൽ പോയിട്ട് ചെറിയൊരു ന്യൂസ് കിട്ടിയ, അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. അപ്പൊ കൊടകിൽ പോയിട്ട് നിങ്ങൾ ഇവര് പൂട്ടിട്ടാണ്ട് തച്ചാണ്ട് 2 ലക്ഷം റുപ്യോളം വാങ്ങിച്ചു എന്നുള്ള ന്യൂസ് കിട്ടി. അതിലെന്താ സത്യാവസ്ഥ? എൻ്റെ പേര് ഷംനാദ്, സ്ഥലം കൊല്ലം കടക്കലാണ്. കടക്കലാണ്. എനിക്ക് ഇപ്പോൾ ആകപ്പാടെ എനിക്കൊരു പ്രോപ്പർട്ടിയേ ഉള്ളൂ. ഞാൻ വീട് വെച്ചിരിക്കുന്ന എൻ്റെ പ്രോപ്പർട്ടിയേ ഉള്ളൂ. അപ്പോൾ അത് വിൽക്കാനായിട്ട് ശ്രമിച്ചവർക്ക് നമ്മുടെ നാട്ടുകാരും നമ്മുടെ ബന്ധുക്കളൊക്കെ തന്നെ പലരും തന്നെ അത് മാന്യമായിട്ടുള്ളൊരു വിലയ്ക്ക് വിൽക്കാൻ സാധിക്കുന്നില്ല. അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഞാൻ കടവിൽ കരീം കൂർഗ്. അപ്പോൾ എന്നെപ്പറ്റി ആർക്കും പുതിയതായിട്ട് പരിചയപ്പെടുത്താനില്ല. ഇന്നലെ എന്നെ പറ്റിയിട്ടൊരു വീഡിയോ മലപ്പുറത്ത് നിന്ന് ജംഷീർ എന്ന് പറയുന്ന ഒരു ബ്ലോഗർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കൊടകിലെ വലിയ ഡോണാണ്. അങ്ങനെ ഒരാളെ ഒരു നെറുക്കെടുപ്പിന്റെ, എൻ്റെ വീടിന്റെ നെറുക്കെടുപ്പിന്റെ സമയത്ത് അയാളെ ഞാൻ റൂമിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ട് 3 ലക്ഷത്തോളം രൂപ ഞാൻ എന്താക്കിയിട്ടുണ്ട്, തട്ടിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു പകൽ മാന്യനാണ് എന്നുള്ള ഒരു വീഡിയോ ആക്കിയിട്ട് ഇന്നലെ എന്താക്കിയിട്ടുണ്ട്. ഒരു ബ്ലോഗർ എന്നെ പറ്റി എന്താക്കിയിട്ടുണ്ട്, പിന്നെ പരസ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഒരു വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ഞാൻ അയാളെ വിളിച്ചിട്ട് എനിക്ക് ടെൻഷനായിപ്പോയി. ഞാൻ അയാളെ വിളിച്ചിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ നിന്നെ ഞാൻ എന്താക്കും, എന്റെ സത്യാവസ്ഥ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് തുണിയില്ലാത്തതുപോലെ നിർത്തിക്കുന്നിടത്ത് ഞാൻ സംസാരിച്ചിനപ്പുറം ഇപ്പുറം. ഇനിയിപ്പോ തുണിയില്ലാത്ത നിർത്തിക്കുന്നു പറഞ്ഞതുകൊണ്ട് അതിനെ വേറൊരു രീതിയിൽ അത് അയാൾ കൊണ്ടുവരുമെന്നറിയില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത്, എന്റെ സത്യാവസ്ഥ ഞാൻ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഈ സമൂഹത്തിന്റെ മുമ്പിൽ നിന്നെ തുണിയില്ലാത്തതുപോലെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ്, എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറൊന്നല്ല. അതിപ്പോ ഒരു റാഷായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൂപ്പരോട് എന്താക്കുന്നത്, സോറി ചോദിക്കുന്നു. ഞാൻ ഇന്നലെ കുറച്ച് റാഷായിട്ട് സംസാരിച്ചിന്. കാരണം പെട്ടെന്ന് ഒരാളെ പറ്റിയിട്ട് ഇല്ലാത്ത ഒരു അപവാദം വരുമ്പോൾ ആർക്കും എന്താവും, ഒന്ന് പ്രഷറെല്ലാം കൂടും. കാരണം 40-45 വയസ്സായി, ചെറിയ പ്രായമൊന്നുമല്ല. അപ്പൊ ആദ്യമായിട്ട് ആ ബ്ലോഗറോട് ഞാൻ സോറി ചോദിക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനന്ന് എൻ്റെ വീട് നെറുക്കെടുപ്പ് നടത്തുന്ന സമയത്ത് എൻ്റെ ടാർഗറ്റ് ഏകദേശം റീച്ച് ആകാനുള്ള ആ സമയമാകുമ്പോൾ ഒരുപാട് ആൾക്കാർ കേരളത്തിൽ നിന്ന്, കർണാടകത്തിൽ നിന്നും കേരളത്തിൽ നിന്നും ഒരുപാട് ആൾക്കാർ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ, നിജസ്ഥിതി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലി വന്നിട്ടുണ്ട്. അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഇങ്ങനെയെല്ലാം പോയിട്ടുണ്ട്. അതിൽ ഒരാളാണ് ഈ ഷംനാദ് എന്ന് പറയുന്ന കൊല്ലക്കാരന്. ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് ഷംനാദ് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വീഡിയോ ഉണ്ട് എൻ്റെ, ഞാനത് പിന്നെ കൊടുക്കാം. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ ബ്ലോഗർ എൻ്റെ വിഷയത്തിൽ വീഡിയോ ആക്കിയതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് സമൂഹത്തിന് കൊടുത്തേ പറ്റൂ. അല്ലാതെ ഒരു ചാലഞ്ച് വീഡിയോ അല്ലെങ്കിൽ ഞാനൊരു വലിയൊരു മാന്യനാണെന്ന് എല്ലാവരെയും അറിയിക്കാനോ ഒന്നല്ല. ഫോട്ടോ വെച്ചിട്ട് ഇന്നലെ ഒരു 5000 ആൾക്കാരെ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, 5-10 ആൾക്കാരെ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്റെ ഫോട്ടോ വെച്ചിട്ട് ഇന്നലെ ഒരു വീഡിയോ ഈ ബ്ലോഗർ ഉണ്ടാക്കിയത്. അത് സമൂഹത്തിനെല്ലാം മനസ്സിലായി. അയാളെ ആ വീഡിയോന്റെ അടിയിലുള്ള കമന്റ് വായിച്ചാൽ അറിയാം ആൾക്കാർ കമന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്നെ പറ്റി ഇപ്പൊ ഞാൻ സമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എന്റെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും എന്റെ റൂട്ട് കറക്റ്റ് ആണെന്ന് അറിയാം. ഇന്നലെ എന്റെ ഇന്നലകളിലേക്ക് ആരും ഉണ്ടാക്കണ്ട, ചൊരിഞ്ഞു നോക്കണ്ട. എന്റെ ഇന്ന് ഞാൻ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഞാനൊരു പദ്ധതി നടപ്പിലാക്കിന്, അത് നല്ല മാന്യമായിട്ട് നടപ്പിലാക്കിന്. അത് എന്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതിലൊന്നും ഒരു ന്യൂനതയും കണ്ട് പിടിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഒരാള് വെറും ഒരു നക്കാപ്പിച്ച കാശ് യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു വ്യൂസിന് വേണ്ടിയിട്ട് എന്റെ ഫാമിലിനെയും ഇന്നലെ രാത്രി ഒന്ന് വിഷമിപ്പിച്ച്, അതേപോലെ ഞാനിപ്പം നടത്തുന്ന ഒരു പദ്ധതി ഉണ്ട് വയനാട്ടിലെ മാനന്തവാടി, എല്ലാവർക്കും പോയിട്ട് അന്വേഷിക്കുക ഇതിന്റെ സത്യാവസ്ഥ. അയാളും അയാളുടെ ഫാമിലിയും ഒന്ന് ഇന്നലെ രാത്രി വിഷമത്തിലായി. കാരണം എന്താ പറഞ്ഞാൽ, കരീം ഖാനെ പറ്റിയിട്ട് അങ്ങനത്തെ ഒരു അപവാദം ഉണ്ടായാൽ ആ ക്ഷീണം അവർക്കും കൂടി ഉണ്ടാവും. അപ്പൊ കൂപ്പണെടുത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴത്തെ പദ്ധതിയിൽ, അവരും കുറച്ച് വിഷമത്തിലായി. എന്താ കരീം ഖാനെ പറ്റിയിട്ട് ഒരു വോയിസ് കേൾക്കുന്നുണ്ടല്ലോ, ഷംനാദ് എന്ന് ഒരുത്തം പറയുന്നുള്ള വോയിസ് കേൾക്കുന്നുണ്ടല്ലോ, അപ്പോ കരീം ഖാൻ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടാവോ എന്ന് എന്റെ കൂപ്പണെടുത്ത ഒരുപാട് ഫാമിലിക്ക് ഇന്നലെ രാത്രി ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല ചില ആൾക്കാർ. 1000കണക്കിന് കോൾ എനിക്ക് വന്നിട്ടുണ്ട് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെ ഞങ്ങൾക്കറിയാം, നിങ്ങളെ ഇന്നലെകളെ ഞങ്ങൾ എന്താക്കുന്നില്ല, ചൊരിഞ്ഞു നോക്കുന്നില്ല. നിങ്ങൾ ഇന്ന് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടുള്ളത്, അതിന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുന്നു. എന്നെ 1000കണക്കിന് ആള്, എന്റെ ഫോളോവേഴ്സ്, എനിക്കുണ്ട് ഫോളോവേഴ്സ്, ചെറിയൊരു യൂട്യൂബറാണ് ഞാൻ.
പക്ഷെ ഞാൻ ആരും കാശ് വാങ്ങിയിട്ടൊന്നും പിന്നെ പ്രൊമോഷൻ ചെയ്യാൻ പോകാൻ തുടങ്ങിയിട്ടില്ല, തുടങ്ങൂല്ല. ആർക്കെങ്കിലും ബുദ്ധിമുട്ടിപ്പോയാൽ ഇതുപോലത്തെ വീടോ കാര്യങ്ങളോ ജപ്തി ഭീഷണിയിൽ പെട്ടുപോയാൽ അവരെ സഹായിക്കാന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായി. പക്ഷെ നിങ്ങൾ അതിന് സമ്മതിക്കില്ല. അതെനിക്ക് ഇന്നലെ മനസ്സിലായി. ഏതായാലും ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഇന്നലെ മൂപ്പര് എന്നെ പറ്റി ഉണ്ടാക്കിയത് അത് കാണും. ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ ഷംനാദിന്റെ അടുത്ത് വന്ന വീഡിയോസും അതെല്ലാം ഞാൻ എന്താക്കാം പ്ലേ ചെയ്യാം. അത് നോക്കിയിട്ട് അവസ്ഥയെ പറ്റി വിലയിരുത്തുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ഓക്കെ. കൊടകിൽ പോയിട്ട് ചെറിയൊരു ന്യൂസ് കിട്ടി, അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. അപ്പൊ കൊടകിൽ പോയിട്ട് നിങ്ങൾ ഇവര് പൂട്ടിട്ടാണ്ട് തച്ചാണ്ട് 2 ലക്ഷം റുപ്യോളം വാങ്ങിച്ചു എന്നുള്ള ന്യൂസ് കിട്ടി. അതിലെന്താ സത്യാവസ്ഥ? അങ്ങനെ ഒരു സംഭവം ഉണ്ട്. സംഭവം ഉണ്ടായതാ? 3 ലക്ഷം രൂപ 3 ലക്ഷം രൂപ നമ്മൾ ഇതിപ്പോ ആരാ നിങ്ങളടുത്ത് ആരാ പറഞ്ഞേ? അപ്പൊ 2 അല്ല 3 ലക്ഷം രൂപ ഈ ഷംനാദിനെ കൊടകില് ഷംനാദ് കരീമിനെ കാണാൻ പോയ സമയത്ത് അവിടെ ഷംനാദിനെ കെട്ടിയിട്ട്, ഷംനാദിന്റെ കൂടെ വേറെ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്, ആ ആളുകളുടെ പേരും ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പൊ അവരെ കൂടെ കെട്ടിയിട്ട് കൊണ്ട് ഈ ഷംനാദിന്റെ കയ്യിൽ നിന്ന് കരീം, അതാണ് ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് വീട് നറുക്കെടുപ്പിലൂടെ കൊടുത്ത ഒരു വ്യക്തിയാണ് കരീം. ഇതാണ് കരീം എന്ന് പറയുന്നത്. കടവിൽ കരീം, കൂർഗ് കരീം, അങ്ങനെയുള്ള പല പേരിലും ഈ കരീമിനെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ പറയുന്ന കരീമാണ് ഇതിന്റെ മെയിൻ പണിക്കാരന്. ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ കരീം, കടവിൽ കരീം എന്ന് പറയുന്നത്. ഇതാണ് കടവിൽ കരീം കൂർഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഞാൻ എന്താക്കിന്ന് പറഞ്ഞാൽ എന്റെ കുടുംബത്തിനെയും കൂട്ടിയിട്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഇന്ന് താമസിക്കുന്നുള്ളത് വാടക വീടിലാണ്. ഓക്കെ. നല്ലൊരു കൊട്ടാരം പോലത്തെ വീട്ടില് 13 കൊല്ലം ജീവിച്ച ഇന്ന് ഞാൻ താമസിക്കുന്നുള്ളത് 2 റൂമിൽ, ഇടുങ്ങിയ റൂമിൽ ഞാൻ വാടക താമസിക്കുന്നത്. അത് എന്റെ നാട്ടുകാർക്കറിയാം. പിന്നെ കൊടക് എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു അത്ഭുത ദ്വീപൊന്നും അല്ല. ഇവിടെ നിയമങ്ങള് പിന്നെ നടത്താനുള്ള കോടതിയുണ്ട്, ഞങ്ങളെ പരിധിയിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ഞങ്ങളിവിടെ പഞ്ചായത്തുണ്ട്. കൊടകിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ കൊടകില് ഞങ്ങളെ നാസർ ഖാന്റെ വീഡിയോന്റെ ചുറ്റും നിന്നിട്ടുള്ള ഇതെല്ലാം ഗുണ്ടകള്. അതൊന്നും ഗുണ്ടകളല്ല. ഞങ്ങളെ അയൽനാട്ടുകാരും ഞങ്ങളും ഫ്രണ്ട്സുകളാണ്. കാരണം ഞങ്ങള് അവരെ നാട്ടിലെന്തും ഒരു പ്രശ്നത്തിനോ അതിനോ ഇതിനോ ഞങ്ങൾ ഇടപെടും. ഞങ്ങളെ നാട്ടിലൊരു പ്രശ്നം വന്നാല് അവര് വന്നിട്ട് ഇടപെടും. കല്യാണത്തിനപ്പുറം ക്ഷണിക്കും. അപ്പൊ ഈ നാസർക്കാർക്കും ഞങ്ങൾ പിന്നെ പരിചയമുള്ള ആൾ തന്നെ. പക്ഷെ അവരെ നെറുക്കെടുപ്പ് എന്തോ എന്ന് സംഭവിച്ചു. അത് എല്ലാവർക്കും തോന്നിയതുപോലെ ഞങ്ങൾക്കും തോന്നിയിട്ടുണ്ട്. അത് ഞാനത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരെ വെള്ളം വീശുന്നില്ല. പക്ഷെ ആ കൂടെ ആൾക്കാരൊന്നും ഗുണ്ടകളല്ല. അവരും നല്ല പച്ചയായ മനുഷ്യന്മാരാണ്. പിന്നെ കൊടകിലെല്ലാം ഗുണ്ടായിസല്ല നടക്കുന്നുള്ളത്. നിങ്ങൾ മലപ്പുറം നിന്നിട്ട് 300 കിലോമീറ്റർ ദൂരം നിന്നിട്ട് ഏതെങ്കിലും ഒരു ശത്രു, നമ്മളെ എല്ലാവർക്കും ശത്രു ഉണ്ടായല്ലോ, ഒരു ശത്രുവിന്റെ ഫോൺ കോള് കേട്ടിട്ട് എന്നെ പറ്റിയിട്ടോ അല്ല ഞങ്ങളെ നാട്ടുകാരെ പറ്റിയിട്ടോ കൊടകാരെ പറ്റിയിട്ടോ ഒരു അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോ, പിന്നെ ബ്ലോഗേഴ്സ്. ഈ ഒരു പാണ്ടിക്കാടൻ കുഞ്ഞാന്റെയും നാസർ ഖാന്റെയും വീഡിയോ വെച്ചിട്ട് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പല രീതിയിലും വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. അത് അവരവരെ പിന്നെ കാര്യങ്ങൾ, അതിൽ നമ്മൾ ചർച്ച ചെയ്യാനുമില്ല. പിന്നെ അവരെ നെറുക്കെടുപ്പ് അതേ ഒരു രീതിയിലായിരുന്നു. അത് എല്ലാവർക്കും ഒരു വിഷമമുണ്ട്. ഈ പറയുന്ന എനക്കും അത് വിഷമമായിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ നമ്മൊരു നല്ല രീതിയിൽ ഒരു പ്രോഗ്രാം നടത്തിയിട്ട് അതിന്റെ കോപ്പി അടിച്ച ആൾക്കാർ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ക്ഷീണം എന്നെയും കൂടി ബാധിക്കും. ആ ഒരു വിഷമം എനക്കും ഉണ്ട്. പക്ഷെ ഈ കാണുന്ന ആൾക്കാരൊന്നും ഗുണ്ടകളല്ല. അത് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുക. നിങ്ങൾ കൊടകിലേക്ക് വരാം, ഞങ്ങളുടെ നാട്ടിലേക്കെല്ലാം ഒന്ന് വരൂ, വന്നിട്ട് ചെക്ക് ചെയ്യൂ. നമ്മളെ ഭൂതകാല ചരിത്രവും നിങ്ങൾ ചെക്ക് ചെയ്തോ. പക്ഷെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ ആരും നിങ്ങൾ പറയുമ്പോൾ കെട്ടിയിട്ടിട്ടോ അല്ല ഭീഷണിപ്പെടുത്തിയിട്ടോ കാശുണ്ടാക്കിയിട്ടോ കുടുംബത്തിനെ പോയിട്ടിട്ടൊന്നുമില്ല. വിഷമത്തിന്റെ ഘട്ടങ്ങളിലെല്ലാം ഉണ്ടായിന്. അതെല്ലാം തരണം ചെയ്തിട്ട് ഇന്ന് കരീം ചങ്കൂറ്റത്തോടെ കൂടെ ഈ ക്യാമറന്റെ മുമ്പിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം. ഞാൻ നെറുക്കെടുപ്പ് നടത്തുമ്പോൾ 5 മാസക്കാലം ഞാൻ വീഡിയോസിന്റെ മുമ്പിൽ വന്നിട്ട് നിന്നിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്തൊരു പിന്നെ പ്രശ്നം ഇപ്പം 10 മാസമായി എന്റെ നെറുക്കെടുപ്പ് കഴിഞ്ഞിട്ട്. ഈ ഒരു പുതിയ നെറുക്കെടുപ്പ് തുടങ്ങിയിട്ട് ഞാൻ 4 മാസമായി. അപ്പോഴൊന്നും കാണാത്ത ഒരു കുറ്റം കരീമിൻ്റെത് ഇന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് നാസറിന്റെ ആ ഒരു വീഡിയോ എനിക്ക് റീച്ച് കിട്ടുന്നത് കണ്ടിട്ട്, വ്യൂസ് കിട്ടുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്റെ ഫോട്ടോ വെച്ചിട്ട് അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. എന്റെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾക്ക് 5000 ആളെ കിട്ടിയല്ലോ, സന്തോഷമുണ്ട്. പക്ഷെ ഇനി ഞാൻ പ്ലേ ആക്കുക ആരെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ ഷംനാദ് എന്റെ വീട്ടിലേക്ക് വന്ന ഒരുപാട് ആൾക്കാർ വന്നിന്. ഷംനാദ് മാത്രമല്ല. പക്ഷെ ഷംനാദ് വന്ന് എന്തിനാണെന്നുള്ള ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം ഇപ്പൊ. അതും കൂടി നിങ്ങൾ കാണണം, എന്നിട്ട് വിലയിരുത്തണം കാര്യങ്ങൾ. അപ്പോൾ നമസ്കാരം. അപ്പോൾ ഈ മൂപ്പര് കൊല്ലക്കാരനാണ്, കൊല്ലത്തുനിന്ന് വന്നത്. എനിക്ക് പറ്റിയ അതേ ഒരു സിറ്റുവേഷന് എൻ്റെ അതേ പ്രശ്നമാണ് മൂപ്പരത്. പറഞ്ഞോളൂ. എൻ്റെ പേര് ഷംനാദ്, സ്ഥലം കൊല്ലം കടക്കലാണ്.
കൊല്ലത്ത് കടക്കൽ കടക്കലാണ്. നമ്മൾ എനിക്ക് ഇപ്പോൾ ആകപ്പാടെ എനിക്കൊരു പ്രോപ്പർട്ടിയേ ഉള്ളൂ. ഞാൻ വീട് വെച്ചിരിക്കുന്ന എൻ്റെ പ്രോപ്പർട്ടിയേ ഉള്ളൂ. അപ്പോൾ അത് വിൽക്കാനായിട്ട് ശ്രമിച്ചവർക്ക് നമ്മുടെ നാട്ടുകാരും നമ്മുടെ ബന്ധുക്കളൊക്കെ തന്നെ പലരും തന്നെ അത് മാന്യമായിട്ടുള്ളൊരു വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്നില്ല. അതായത് തൊട്ടടുത്തുള്ള ബ്രോക്കേഴ്സും പലരും പല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ബാങ്കിൽ നിന്ന് ഓൾറെഡി വിഷയങ്ങൾ ബാങ്കിൽ പിന്നെ ബാധ്യതയുണ്ട്. അപ്പോൾ ബാങ്കിൽ നിന്ന് അവർ വന്ന് ഇപ്പോൾ ഒരു 5 ദിവസം മുമ്പ് വന്ന് അളന്നു. വോയിസ് ഇട്ടു. അത് വീഡിയോ ഒക്കെ അവർ വന്ന് അളന്നിട്ട് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ തീരുന്നതിന് മുന്നേ 10 ലക്ഷം രൂപ മിനിമം അടയ്ക്കണം. ഇപ്പൊ ഈ നവംബർ തീരുന്നതിന് മുമ്പ് 10 ലക്ഷം രൂപ അടയ്ക്കണം. അതല്ലെങ്കിൽ ഡിസംബർ 1 അവർ പത്രത്തിൽ പരസ്യം ചെയ്തിട്ട് സെയിലാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എനിക്ക് വേറെ ഒരു മാർഗങ്ങളുമില്ല. എനിക്ക് 4 കുട്ടികളാണ്. എൻ്റെ 4 കുട്ടികളും എൻ്റെ വൈഫുമാണുള്ളത്. നമ്മൾ ആണ് വീട്ടിലുള്ളത്. വേറെ പിന്നെ സാമ്പത്തിക സ്രോതസ്സൊന്നുമില്ല. നേരത്തെ നല്ല രീതിയിൽ 17 സെന്റ് വീടുമാണ്. 17 സെന്റ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഇവർ അളന്നപ്പോഴത്തേക്ക് 16,400 ഉള്ളൂ. കുറച്ച് വഴിയുടെ ഇതൊക്കെ വന്നു. മെയിൻ റോഡാണ്. വലിയ വീട് 2400 സ്ക്വയർ ഫീറ്റ് വരുന്ന 2400 സ്ക്വയർ ഫീറ്റ് വീടാണ്. പിന്നെ എൻ്റെ വീടിൻ്റെ ഒരു 600 മീറ്ററിൽ തന്നെ എല്ലാ സംവിധാനങ്ങളും, അതായത് ഒരു 6ഓളം ബാങ്ക്, പഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, ഗവൺമെന്റ് ഹോസ്പിറ്റല്, പിന്നെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, പിന്നെ അല്ലാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ, വില്ലേജ് ഓഫീസ്, എല്ലാ സംവിധാനങ്ങളും. അതായത് 1 കിലോമീറ്റർ. ഇത് മെയിൻ റോഡാണ്. എൻ്റെ വീടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡിലാണ് വീടിരിക്കുന്നത്. അപ്പൊ അത് എനിക്ക് എത്രയും പെട്ടെന്ന് നിൽക്കുമെന്ന് എനിക്കൊന്ന് സെറ്റ് ആക്കി. ഞാൻ എത്രയും ദൂരം ഇവിടം വരെ യാത്ര ചെയ്ത് വന്നത് വേറെ എങ്ങോട്ടും പോകാൻ വേണ്ടി വന്നതല്ല. എന്റെ സിറ്റുവേഷൻ ഇതായതുകൊണ്ടാണ് ഞാൻ നമ്മളെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്താൽ ഇൻഷാ അല്ലാ ഞാൻ നടത്തി തരാം. പക്ഷെ നമ്മൾ ഈ പദ്ധതി കഴിയണം. അപ്പൊ നമ്മൾ ഈ പദ്ധതി കഴിഞ്ഞിട്ട് മുന്നോട്ട് മൂപ്പര് ഒരു പ്ലാനിങ് ആണ്. വീടും സ്ഥലത്തിന്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഞങ്ങൾ വിട്ടുതരാം. അപ്പൊ ആരും ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി പോകാൻ പാടില്ല. ഇതൊന്നും എന്റെ താല്പര്യമല്ല. 600 കിലോമീറ്റർ ദൂരത്തേക്ക് വന്നതാണ് ആൾക്കാർ. എനിക്കൊന്നും ഞാൻ വിളിപ്പിച്ചതല്ല. എന്റെ അടുത്തേക്ക് വരുമ്പോ എനിക്ക് അവരെ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റൂല. 15/10 ബാങ്കിൽ നിന്നുള്ള ഇതുവരെയുള്ള മൊത്തം ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. ബാങ്കിൽ നിന്നുള്ള ഓതറൈസേഷൻ, അവിടെ സീല്, ഒരു ഒപ്പ് ഉൾപ്പെടെ മൊത്തത്തിൽ അവരുടെ പേപ്പർ ഉൾപ്പെടെ ഇന്നലെ ഞാൻ പോയി വാങ്ങിച്ചിരുന്നു. ഇന്നലെ മെനിങ്ങാണ്. ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇക്ക പറഞ്ഞ ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ് എല്ലാം എന്റെ പേരിൽ തന്നെ ഉള്ളതാണ്. ഞങ്ങള് ഒരു 2-3 ദിവസത്തിൽ അങ്ങോട്ട് പോകുന്നു, അവരുടെ നാട്ടിൽ പോകുന്നു, ഒരു വീഡിയോ ആക്കുന്നു, എന്നിട്ട് പഞ്ചായത്തിൽ പോകുന്നു, പിന്നെ ബാങ്കിൽ പോകുന്നു. എല്ലാ ഇതും ഞങ്ങൾ അന്വേഷിച്ചിട്ട് വന്നിട്ട് നമ്മൾ ഈ പദ്ധതി കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഒരാൾ കുശാലിനടുത്ത് നിന്ന് വന്നിട്ട് പോയിന്, മിനിയാന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇയാളെ വീട് ഫസ്റ്റ് പ്രൈസും ഇവിടെ കർണാടകയിൽ കുശാലിനടുത്ത് സെക്കൻഡ് പ്രൈസും, 2 വീട് ഒന്നിച്ച് ചെയ്യാന്നുള്ള ഒരു പിന്നെ പദ്ധതിയാണ് മുന്നോട്ട് ഞങ്ങൾ കൊണ്ടുവന്നത്. അപ്പൊ എല്ലാവരും സഹകരിക്കുക. ഗ്രൂപ്പിൽ നിന്ന് ഈ പദ്ധതി കഴിഞ്ഞാൽ ആരും ഇറങ്ങിയിട്ട് പോകാൻ പാടില്ല. ദയവ് ചെയ്തിട്ട് എന്നെ സഹായിച്ച പോലെ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് മൂപ്പരെയും സഹായിക്കാം. ഈ സിറ്റുവേഷനിലുള്ള ഒരുപാട് പേരുണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് പ്രശ്നം വരുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ അതിനെ മാന്യമായിട്ടുള്ള വിലയ്ക്ക് വിൽക്കാൻ അനുവദിക്കത്തില്ല. നമ്മൾ എത്രത്തോളം നമ്മൾ സാക്രിഫൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പരിധി ഉണ്ടല്ലോ. അതിനപ്പുറത്തോട്ടാണ് ആൾക്കാർ. 2 ദിവസത്തിൽ ഞങ്ങൾ അങ്ങോട്ട് വരുന്നത്. ഈ പദ്ധതി കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് നടപ്പിലാക്കാം. ഓക്കെ. ഈ പദ്ധതി കഴിയുന്നവരുള്ള ടൈം ഇല്ല, അത് ചെയ്തേ പറ്റൂ. ബാക്കിയുള്ള ഞാൻ ഹെൽപ്പാക്കാം. ബാങ്കിൽ വന്നിട്ട് ഞാൻ കെട്ടേണ്ട പൈസ ഞാൻ എന്തും ആക്കിയിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഇപ്പൊ എന്റെ ഈ തുകയുണ്ടോ, എന്റെ വീട് എടുക്കേണ്ട തുകയുണ്ട് എന്റെ, അത് ഞാൻ 10 ലക്ഷം അവിടെ കെട്ടിയിട്ട് ഞാനതൊക്കെ ബാങ്കിൽ നിന്ന് ഞാൻ സമയം വായിക്കോളാം. അത്ര ഹെൽപ്പ് ഞാൻ ചെയ്യാം. ഓക്കെ. അപ്പൊ കണ്ടില്ലേ, ഷംനാദിനെ എനിക്ക് പരിചയം ഇങ്ങനെയാണ്. ഷംനാദിനെ പരിചയമില്ലാന്നോ പിന്നെ അത് എനിക്കറിയില്ലാന്നോ പറയേണ്ട ആവശ്യമില്ല. ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പോ കാരണം ലോകത്ത് ഒരുപാട് ചതിയന്മാരുള്ള കാലമാണ്. അപ്പൊ ഞാനിപ്പോ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് ചെയ്യാറുണ്ട്. അതെന്റെ നെറുക്കെടുപ്പിന്റെ വീഡിയോ നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും. എന്റെ ഒരു ഫാമിലി എന്നുള്ള ഒരു കുട്ടി വരുമ്പോൾ വരെ ഞാൻ തടുത്തിട്ടുണ്ട്. എന്താക്കണ്ട, ആ ബോക്സിൽ കൈയിടേണ്ട മോനെ എന്ന് പറഞ്ഞിട്ട്. കാരണം എന്താന്ന് പറഞ്ഞെങ്കിൽ ഇത് വെച്ച് ട്രോളാക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ ഒരു ദീർഘദൃഷ്ടി എനിക്കുണ്ട് എന്റെ ലൈഫിൽ ഇപ്പോ. കാരണം പക്വതയെല്ലാം വന്നിട്ടുണ്ട്, ചെറുപ്പമൊന്നല്ല. അപ്പൊ ഞാൻ ആ വീഡിയോ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ അയാളോട് പറഞ്ഞൊരു വാക്കുണ്ട്. അയാളെ ഫാമിലിയും എല്ലാം കുടുങ്ങിയിട്ട് 10 ലക്ഷത്തിന്റെ ബാങ്കിന്റെ പേപ്പർ കാണിക്കുമ്പോൾ ആ 10 ലക്ഷം ഉറുപ്പ്യ അതൊരു ഞങ്ങൾ ടിക്കറ്റ് കൊടുക്കുന്ന കൗണ്ടറായിരുന്നു എന്റെ വീട്ടിൽ. ആ 4 ആൾ ഇരുന്നിട്ടുള്ളത് എന്റെ സുഹൃത്തുക്കളായിരുന്നു. അപ്പൊ അവരെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ വീഡിയോ എല്ലാം ആക്കുന്നത്. ഈ വീഡിയോ ആക്കിയത് അന്ന് എനിക്ക് 20,000 ആളെ ഗ്രൂപ്പ് ഉണ്ടായി. ഓരോ ഗ്രൂപ്പിൽ 1000 ആളായി, 20 ഗ്രൂപ്പ് ഉണ്ടായി. ഈ 20 ഗ്രൂപ്പിലേക്കും ഈ വീഡിയോ സെൻഡ് ആക്കിയിട്ട് ആൾക്കാർ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം എനിക്ക് കൊല്ലത്തേക്ക് പോകാൻ.
അതിനാണ് ആ വീഡിയോ ഉണ്ടാക്കിയത്. അങ്ങനെ ഞാൻ എന്താക്കുന്നെന്ന് പറഞ്ഞെങ്കിൽ ഇയാൾ ഉച്ച സമയത്ത് എത്തിയേ. അപ്പൊ ഭക്ഷണത്തിന്റെ സമയമായി. ഭക്ഷണം കൊടുത്തേന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്റെ ഫാമിലി അന്ന് ഭയങ്കര വിഷമത്തിലാണ് ഉണ്ടായത്. ഈ കടവും കാര്യങ്ങളും, ഈ ടിക്കറ്റ് പോകുന്നതും, ഈ വീട് പോകുന്നതും, ആ ഒരു വെപ്രാളത്തിൽ ഉണ്ടാകുമ്പോ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം, അതെന്റെ ഫാമിലി, എന്റെ ഭാര്യയും മക്കളും, ഒരു ഭക്ഷണം, നല്ലൊരു ഫിഷ് കറിയും, അന്ന് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, മീൻ കറിയും, ഒരു നല്ലൊരു ചോറും, അത് ഈ എന്റെ സുഹൃത്തുക്കളും ഞാനും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതേ ടേബിളിൽ ഇരുന്നിട്ട് മൂപ്പര് ഭക്ഷണം കഴിച്ചിട്ട് ഈ വണ്ടിയിൽ ഞാൻ അയാളെ നാപ്പോക്ക് എന്ന് പറഞ്ഞ സിറ്റിയിൽ കൊണ്ടുപോയിട്ട് ബസ് കയറ്റിയിട്ട് സലാം ചൊല്ലിയിട്ട് പിരിഞ്ഞതാണ്. അന്ന് മുതൽ ഇന്ന് വരെ ആ ഷംനാദിന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. ഇത് എന്നെ പടച്ച റബ്ബാണ് സാക്ഷി. ഓക്കെ, ഇതിനപ്പുറത്തെ ഒരു സത്യം എനിക്ക് ചെയ്യാനില്ല. ആ അന്ന് കണ്ട മുഖം. അങ്ങനെ അയാൾ തിരിച്ചു പോയിട്ടാകുമ്പോൾ ഞാൻ എന്ത് പണി എടുത്തു പറഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് ഗ്രൂപ്പിലേക്ക് ഇട്ടു. വൺ ടൈം വീഡിയോ എന്നിട്ട്, കാരണം എന്താ പറഞ്ഞാല് പിന്നെ ആരും ഷെയർ ആക്കിയിട്ട് കൊളാക്കണ്ട, ചിലപ്പോൾ ഞങ്ങൾക്ക് ആ പദ്ധതി നടത്താൻ പറ്റാത്ത പോയാലോ എന്ന് പറഞ്ഞിട്ട് വൺ ടൈം വീഡിയോ ഞാൻ എല്ലാ ഗ്രൂപ്പിലേക്കും വിട്ടു. 20,000 ആൾക്കാർ ഈ പിന്നെ വീഡിയോ നോക്കി. അതിൽ ചില ആൾക്കാർ നോക്കിയിട്ടുണ്ടാവില്ല, ബിസി ഉണ്ട് അയാൾ. അതിൽ ഈ ഷംനാദിന്റെ നാട്ടുകാർ, കൊല്ലക്കാര് ഒരുപാട് ആൾക്കാരുണ്ടായി, നമ്മളെ ഫോളോവേഴ്സും നമ്മളെ കൂപ്പൺ എടുത്ത ആളും എല്ലാവരും പറ ഫോൺ വരാൻ കഴിഞ്ഞു എന്റെ ഫോണിലേക്ക്. ഷംനാദിനെ നീ അടുപ്പിക്കറ്, നിന്റെ കരീം ഖാൻ നിങ്ങളെ പ്രശ്നങ്ങൾ എന്തായിപ്പോ, ആകെ കൊളായിപ്പോ. ഷംനാദ് ഒരു കുതിരപ്പന്തയത്തിൽ ലോസ് സംഭവിച്ചവനാണ്. അങ്ങനെ ബാക്കിയുള്ള കുതിരകളെ വെച്ചിട്ട് അവന് നെറുക്കെടുപ്പ് നടത്തിയിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് ഈ കുതിര പന്തയത്തിൽ ആ കുതിരനെ വരെ അവൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ അവന്റെ ഈ ഒരു വീഡിയോ എന്താക്കണ്ട, പിന്നെ വൈറലും ആക്കണ്ട, നിങ്ങൾ അവന്റെ നാട്ടിലും പോകണ്ട, അവന്റെ ഈ പദ്ധതി നടപ്പിലും ആക്കണ്ട. അവന്റെ നാട്ടുകാരാ പറയുന്നത്. ഇന്ന് ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടാ സംസാരിക്കുന്നത്. അവന്റെ നാട്ടുകാർ കേൾക്കും, എന്നോട് വിളിച്ച ആൾ കേൾക്കും, അവന്റെ പിന്നെ പ്രോഗ്രാം നടത്തണ്ടെന്ന് പറയുന്ന ആൾ കേൾക്കും. ഇത് അവര് വരും, അവര് നാളെ ഒരു വീഡിയോ ഉണ്ടാക്കും. എന്നോട് സ്നേഹമുള്ള ആള് ഇന്ന സത്യാവസ്ഥ നിങ്ങൾ തുറന്നിട്ട് വീഡിയോസോ കാര്യങ്ങളോ ഉണ്ടാക്കിയിട്ട് സമൂഹത്തിനെ അറിയിക്കുകയും വേണം. അതെന്റെ ഒരു അപേക്ഷയാണ്. അങ്ങനെ ഈ മനുഷ്യനെ, അന്ന് പോയ മനുഷ്യനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ ഒരു 2-3-4 ദിവസം കഴിയുമ്പോൾ ഇയാൾ എന്താക്കിയെന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ കൂടി പിന്നെ ഞങ്ങളെ കൂപ്പൺ വാങ്ങി. അന്ന് അയാൾ കൂപ്പൺ വാങ്ങിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ 70 ടിക്കറ്റ് അല്ല എനിക്ക് ചെലവാക്കി തന്നിന്, അല്ല അയാൾ എടുത്തിനെന്ന് പറഞ്ഞു. 70 എടുത്തിട്ടില്ല. 3-4 ടിക്കറ്റ് അയാൾ എടുത്ത് 4 ഗ്രൂപ്പിലേക്ക് ഇയാൾ കയറി. ഞങ്ങൾ ടിക്കറ്റ് എടുക്കും, അപ്പൊ ഓരോരാളെ എന്താക്കൂ പിന്നെ ഗ്രൂപ്പിലേക്ക് കയറ്റും. അങ്ങനെ ഈ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരുടെ നമ്പറും ഇയാൾ സംഘടിപ്പിച്ചിട്ട് ഇയാൾ എന്താക്കി 4 ദിവസം കഴിഞ്ഞിട്ട് ഇയാൾ നെറുക്കെടുപ്പ് തുടങ്ങി അവിടെ, എന്നെ കൂട്ടാതെ, എന്നെ അറിയിക്കാതെ. ആ വീഡിയോ എനിക്ക് ആ നാട്ടുകാരനെ അയച്ചിരുന്നു. ആ ഷംനാദ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സന്തോഷം, അവന് എന്ത് പിന്നെ രീതിയിൽ മുമ്പ് ജീവിച്ചെങ്കിലും ഇപ്പൊ അവൻ കഷ്ടത്തിലായുള്ളത്, എന്താക്കട്ടെ, അവൻ രക്ഷപ്പെടട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മറുപടി പറഞ്ഞ് ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ എന്നെ ഷംനാദ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാ ഗ്രൂപ്പിലും എന്റെ പോസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യണം കരീം ഖാ, എന്നെ ഹെൽപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞു അത് ചെയ്യില്ല, ഞാൻ അത് നിങ്ങളതല്ല, ആരെ വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്യില്ല ഈ നെറുക്കെടുപ്പിന്റെ. കാരണം നാളെ നിങ്ങൾ എന്തെങ്കിലും ഉടായ്പ നടത്തിയ ഞാൻ തൂങ്ങേണ്ടി വരും. അതുകൊണ്ട് അതിനൊന്നും എന്നോട് ഹെൽപ്പ് ചെയ്യാൻ പറയണ്ട. ഞാൻ നിങ്ങളെ ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങളെ ഞാൻ സഹായിക്കാം. പിന്നെ പേഴ്സണൽ ആൾക്കാരോടും ഞാൻ വിളിച്ചിട്ട് പറയാം, എന്താക്കിയോ നിങ്ങൾ ഹെൽപ്പ് ചെയ്തു അയാളെ ഞാൻ പറയാം. പക്ഷെ ഉത്തരവാദിത്തം നിങ്ങളത്, ഞാൻ ഉത്തരവാദിയല്ല. അങ്ങനെ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ട് എടുപ്പിച്ചിട്ടുണ്ട് അവന്റെ ടിക്കറ്റ്, അവന്റെ കൂപ്പൺ. അപ്പൊ അങ്ങനെയുള്ള ആണ് സംഭവം. പിന്നെ ഇവന് എന്ത് ചെയ്യുന്നു പറഞ്ഞെങ്കിൽ, ഇവന്റെ നെറുക്കെടുപ്പ്, ഇവന് കൂപ്പണെല്ലാം പോവാതെ ആകെ ജാമായി നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോ ഇവൻ എന്നെ വീണ്ടും വിളിക്കാൻ കഴിഞ്ഞു, കരീം ഖാൻ ഞാൻ കുടുങ്ങിപ്പോയി, നിങ്ങൾ പെട്ടെന്ന് വന്നിട്ട് എന്റെ ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾ ഗ്രൂപ്പിലും അതിലും ഷെയർ ചെയ്താൽ ഞാനും എന്റെ കുടുംബവും രക്ഷപ്പെടും. അവനെ ഒരുപാട് കോളാക്കി. അപ്പൊ എനിക്ക് ഇവന്റെ നാട്ടുകാർ ഇവന്റെ പിന്നെ കഴിഞ്ഞു കിടന്ന സ്റ്റോറി പറഞ്ഞത് എനിക്ക് എന്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ എന്താക്കി അവന്റെ എല്ലാ നമ്പറും ബ്ലോക്ക് ചെയ്തു. എനിക്ക് പറ്റൂല എന്ന് തന്നെ പറഞ്ഞു ഞാൻ. അങ്ങനെ അവൻ എന്താക്കുന്ന പറഞ്ഞാൽ എന്റെ നാട്ടിൽ നിന്ന് 8 കിലോമീറ്റർ അപ്പുറമുള്ള നാട്ടില് നാപ്പോക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവൻ വരുന്നു. വന്നിട്ട് അവന്റെ നമ്പർ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് നാപ്പോക്കിലത്തെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നാപ്പോക്കിലെല്ലാം ഞങ്ങളെ സുഹൃത്തുക്കളാ. എന്നെ അറിയുന്ന ഒരു പരിചയമുള്ള ഒരു സുഹൃത്തുണ്ട്, എനിക്ക് കോൾ വിളിച്ചിട്ട് ഷംനാദ് എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, അയാൾ കുടുങ്ങിപ്പോയി, നീ ഒരു വീഡിയോ ആക്കി കൊടുക്ക്, പാവല്ലേ. ഞാൻ പറഞ്ഞു ഇല്ല, ചെയ്യാൻ പറ്റില്ല, ഞാനത് ഒഴിവാക്കിയ കേസാണ്, ദയവേത് എന്നെ നിങ്ങൾ നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ അടുത്തേക്ക് എന്താക്കി ഒഴിവാക്കി. പിന്നെ ആ നാപ്പോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അവൻ എന്തായെന്ന് എനിക്കറിയില്ല. അങ്ങനെ 1-2 പേര് എന്നെ വിളിച്ചിട്ടുണ്ട്. അത് ഞാൻ തെളിവടക്കം ഞാൻ തരാം, അതിന്റെ നമ്പർ വേണമെങ്കിലും. അവരെ പിന്നെ എന്നെ വിളിച്ച ആളെ നാട് കുറെ ദൂരമൊന്നുമല്ല, നാപ്പോക്ക് പിന്നെ കൊളക്കേരിക്കാറ് 2 ആളെ എന്നെ വിളിച്ചിട്ടുണ്ടായിന്. ആ 2 ആളോട് ഞാൻ പറഞ്ഞു, അവര് അത് മനസ്സിലാക്കി. പിന്നെ എന്നെ നിർബന്ധിക്കാനൊന്നും പറ്റില്ല. ആദ്യത്തേക്ക് ഈ ഷംനാദ് ഞാൻ കണ്ടിട്ടില്ലേ, ഞാൻ കണ്ടത് ആദ്യം എന്റെ വീട്ടിൽ വന്നിട്ട് മാത്രം.
ഞാൻ നാപ്പൊക്കെ പോയിട്ട് അവനെ കാണാൻ ഞാൻ നിന്നിട്ടില്ല. അങ്ങനെ ആ ഒരു കേസ് ഞാൻ അടുത്തേക്ക് വിട്ടതാണ്. പിന്നെ ഈ ഷംനാദ് എന്തായിരുന്നു കാണുന്നത്, അവന്റെ നെറുക്കെടുപ്പും കാര്യങ്ങളും അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അത് അവന് ചെയ്തത് നേരാണോ, അത് നേരെ ചെയ്തിനോ ഇല്ലയോ, അത് അവനിക്കും അവന്റെ പടച്ച റബ്ബിന് ബാക്കിയുള്ള അവന്റെ കൂപ്പണെടുത്ത ആൾക്കും അറിയാം. അതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഇതാണ് ഷംനാദ് ഞാനുമായിട്ടുള്ള ബന്ധം. ഇപ്പൊ ഷംനാദ് ഈ വീഡിയോ കാണുന്നുണ്ടാവും. ദയവ് ചെയ്ത് ഷംനാദെ, നീ ഇതിന്റെ ഈ സത്യാവസ്ഥ, നിന്നെ ആര് എന്ത് ചെയ്തിനോ കൊടുക്കുന്നു, നീ എന്താക്കണം, ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. നീ വരണം. ഞങ്ങളുടെ നാട്ടിലും പോലീസ് സ്റ്റേഷൻ ഉണ്ട്, നാപ്പോക്ക് പോലീസ് സ്റ്റേഷൻ ഉണ്ട്. മടിക്കേരിയിൽ എസ്പിന്റെ അടുത്ത് പോവാൻ എനിക്ക് എവിടെ വേണമെങ്കിലും പോവാം. എന്നിട്ട് കരീം പിന്നെ തെറ്റ് ചെയ്തതാണെങ്കിൽ കരീം കുടുങ്ങണം. സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ ഇനിയും ഞാൻ എന്താവാൻ പാടില്ല, ഒരു മറ്റവനായിട്ട് ജീവിക്കാൻ പാടില്ല. ഞാൻ സമൂഹത്തിന് മുമ്പിൽ വന്നിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ നല്ല ആളായിട്ട് ഞാൻ ഉള്ളിൽ കൂടി ഇങ്ങനെ ഒരു പാവപ്പെട്ടവർ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നീ പുറത്തു കൊണ്ടുവരണം ഷംനാദെ. പിന്നെ വീഡിയോ ഉണ്ടാക്കിയ ആളോട് ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങളൊന്നും പറയാനില്ല. നിങ്ങളെ കാര്യം ചിന്തിക്കുമ്പോൾ ആകെ ഒരു വിഷമാന്ന്. നിങ്ങളെ പറ്റി കംപ്ലൈന്റ് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു പോയിട്ട്. പക്ഷെ അതിന് എന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും പറഞ്ഞു വേണ്ട, പോട്ട്, അവനറിയാതെ ആരെങ്കിലും ഇവിടുന്ന് കുത്തി കൊടുത്തിട്ട് ചെയ്തായിരിക്കും. അപ്പൊ അതും ഞാൻ ഉണ്ടാക്കുന്നില്ല. തൽക്കാലത്തേക്ക് ഞാൻ കംപ്ലൈന്റ് കൊടുക്കാനും ഞാൻ പോകുന്നില്ല. കാരണം എന്താ, ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ കുടുങ്ങിയാൽ നിങ്ങളെ ഫാമിലി വിഷമത്തിലാവും, അതെനിക്കറിയാം. നിങ്ങൾക്കും ഉണ്ടാവും ഒരു ഫാമിലി. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ബ്ലോഗർമാർ വീഡിയോ ആയിക്കോളൂ, തെറ്റുകൾ കണ്ടുപിടിച്ചോളൂ. നിങ്ങൾ വ്യൂസിന് വേണ്ടി പലതും ചെയ്യാൻ പാടില്ല. അറിയാലോ, ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്താൽ അവർ ഇതിന്റെ ആഴത്തിൽ അന്വേഷിക്കാൻ പറയൂ, കംപ്ലൈന്റ് ആക്കിയാൽ ഇപ്പോഴത്തെ നിയമ നടപടി തുടങ്ങിയാല് ഈ കരീമിന് പിടിച്ചേക്കാൻ പറ്റില്ല. കരീമ് തെറ്റ് ചെയ്യണമെങ്കിൽ അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാന് പിന്നെ ഒന്നും അറിയാത്തതൊന്നുമല്ല. നല്ല രീതിയിൽ നിയമത്തിനെ പറ്റിയിട്ട് എല്ലാത്തിനെ പറ്റിയിട്ട് നല്ല വിവരമുള്ളവനാണ്. 10 ലക്ഷം അവനിക്ക് ബാങ്കിൽ കെട്ടാനില്ലാതെ എന്റെ അടുത്ത് വന്നിട്ട്, ഒരു പരിചയമില്ലാത്തവന്റെ ബാങ്കിൽ വന്നിട്ട് ഞാൻ 10 ലക്ഷം കെട്ടാൻ ഒത്തുമെങ്കിൽ എന്റെ മനസ്സ് എങ്ങനെ ഉണ്ടാവുമെന്ന് ബാക്കിയുള്ള ആള് ഉണ്ടാക്കിയാൽ മതി, കണക്കിൽ വെച്ചാൽ മതി. മനസ്സിലായില്ലേ? 10 ലക്ഷം ഞാൻ അവന് കൊടുക്കാന്ന് പറഞ്ഞതാണ്. പക്ഷെ അവന്റെ വീഡിയോ ചെയ്യാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് അവൻ എന്റെ ശത്രുവായി. അതിനാണ് ആ വോയിസിൽ അവൻ പറയുന്നത് കരീമും കൂട്ടുകാരും എന്നെ ഉണ്ടാക്കി റൂമിലിട്ടു. പക്ഷെ ഇവൻ കൊടകിൽ എവിടെയോ താമസിച്ചിട്ട് അവൻ നാട്ടിൽ നിൽക്കാൻ കഴിയാത്തിരിക്കുമ്പോ കൊടകിൽ എവിടെയോ റൂമെടുത്ത് താമസിച്ചിട്ട് അവൻ ക്യാഷ് കളക്ഷൻ ആക്കിയിട്ട് കൂപ്പൺ കൊടുത്തു എന്നുള്ള ഒരു ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്. നാപ്പൊക്കെ പറയുന്ന സ്ഥലത്ത് ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് അവനിവിടെ എവിടെയോ താമസിച്ചിട്ട് കൂപ്പൺ കൊടുത്ത്. ഞാൻ പറയും എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, പാവല്ലേ, അവന്റെ നാട്ടിൽ അവർക്ക് നിൽക്കപ്പുറവേ ഉണ്ടാവില്ല എന്ന് ഞാനതാക്കി ആ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സുഹൃത്ത് ഇന്ന് നാപ്പൊക്കിലുണ്ട്, വേണ്ടി വന്ന അവന്റെ അടുത്ത് പോയിട്ട് ഞാൻ വീഡിയോ ആക്കാം, വിഷയമല്ല. ഇതൊന്നും തെളിവില്ലാതെ പറയുന്നതല്ല. അപ്പൊ ഇങ്ങനെയാണ് സംഭവം. ദയവ് ചെയ്ത് ഉണ്ടാക്കാൻ പാടില്ല. ഒരാളെ തരം താഴ്ത്താൻ വേണ്ടിയിട്ടും ഒരാളെ പിന്നെ കുടുംബത്തിന് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെയുള്ള വീഡിയോ ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ചെയ്ത മുമ്പത്തെ നെറുക്കെടുപ്പ് സുതാര്യമായിട്ടാണ് ഞാൻ ചെയ്തത്. അതിൽ ഒരു കടുവോളം തെറ്റ് കണ്ടുപിടിച്ചാല് നിങ്ങളെ മുമ്പിൽ നിങ്ങൾ എന്ത് പറയുന്നെങ്കിലും എന്റെ കൂപ്പൺ എടുത്താലും എന്റെ നാട്ടുകാരും കൊടക് എന്ന് പറഞ്ഞാൽ നല്ല മലയാളികളും കേരളക്കാരും എല്ലാവരും ഉള്ളൊരു സ്ഥലം തന്നെ. കൊടക് എന്ന് പറഞ്ഞാൽ വലിയൊരു കാടൊന്നുമല്ല, ഗുണ്ടകൾ താമസിക്കുന്ന സ്ഥലമൊന്നുമല്ല. എന്നെ പറ്റി അറിയുന്ന എന്റെ നാട്ടുകാരെന്താ വീഡിയോ ചെയ്യാത്ത? അവർക്കറിയാം ഇവൻ ചെയ്യുന്നത് നല്ല രീതിയിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടുള്ളത്. ആർക്കറിയാം? എന്റെ നാട്ടുകാർക്കും അറിയാം. മലപ്പുറത്ത് 300 കിലോമീറ്റർ ദൂരെയുള്ള നിങ്ങൾക്കല്ല എന്നെ പറ്റി അറിയേണ്ടത്, എന്റെ നാട്ടുകാർക്കറിയാം. ദയവേദി ഇങ്ങനെയുള്ള വീഡിയോ ആരും ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ നാസർ ഭായിൻ്റെതും അവരെ നെറുക്കെടുപ്പു, അതിന് ഞാൻ റുവാരിയാണ്. പിന്നെ എരുമാട് എന്ന് പറയുന്ന 7 റോക്സിന് ഞാൻ ഇതൊന്നുമല്ല. എനിക്ക് അവരോടെല്ലാം വിഷമേ ഉള്ളൂ. കാരണം ഞാനൊരു പദ്ധതി ചെയ്ത് സക്സസ് ആയിട്ട് ഒരുപാട് പാവങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് ഇതുപോലെ വീഡിയോ ചെയ്തു തരണോ, നെറുക്കെടുപ്പ് നടത്തി തരണോ എന്ന് പറയുമ്പോൾ അതിനെതിരായിട്ട് വീഡിയോ പിന്നെ നെറുക്കെടുപ്പ് നടത്തുന്ന ആൾക്ക് ഞാനെന്തിനു സപ്പോർട്ട് ചെയ്യണം? അതിന്റെ ആവശ്യം എനിക്കില്ല. അത്ര ഒരു നല്ല മനസ്സുള്ളവരൊന്നുമല്ല ഞാൻ മലക്കൊന്നുമല്ല. എനിക്കെതിരായിട്ട് ഒരു പദ്ധതി ഒരാൾ തുടങ്ങുമ്പോ അയാൾ ഏത് രീതിയിൽ, ഇപ്പോ നാസർ ഖാന്റെ തന്നെ അവർ തെറ്റ് ചെയ്തോ ഇല്ലയോ, അവിടെ പ്രശ്നമായിട്ടാകുമ്പോ എന്നെ അടക്കം ബാധിച്ചില്ല അത്. അപ്പൊ ഞാൻ എല്ലായിടത്തും ആൾക്കാരെ നിർത്തിയിട്ട് വെറുക്കെടുപ്പ് നടത്താൻ പോവാ. എന്ത് മണ്ടത്തരാന്ന് ഈ പറയുന്നേ? അപ്പൊ ഞാൻ ചെയ്ത ഒറ്റ നെറുക്കെടുപ്പ് എന്റെ ജീവിതത്തിൽ, അതെന്റെ വീട്, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ആള് മലപ്പുറത്ത് ഇന്നുകൊണ്ട് വന്നിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും അയാളെ നമ്പർ തരാം, അഡ്രസ് തരാം, അന്വേഷിക്കുക. സെക്കൻഡ് പ്രൈസ് കൊടുത്ത ഒരു ഹിന്ദു സുഹൃത്താണ് ശൈലേഷ് എന്ന് പറയുന്നത്. അവര് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, വീഡിയോ ആക്കിയിട്ടുണ്ട്. അവരും നാടുണ്ട്, വീടുണ്ട്, എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. ഈ ഷംനാദും ജീവിച്ചിരിപ്പുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിനോട് നിനക്ക് നന്ദി ഉണ്ടെങ്കിൽ ഷംനാദെ, അത് നിനക്ക് ഹലാലാവണമെങ്കിൽ, നമ്മളെ മുസ്ലിങ്ങളെ ഇതിൽ പറയുന്നില്ല ഹലാലി ആറാമെന്നല്ല, അത് നീ മുസ്ലിം ആയതുകൊണ്ട് പറയുന്നതാണ്. നിനക്ക് ഹലാലാവണമെങ്കിൽ നീ ഇതിന്റെ സത്യാവസ്ഥ നീ സമൂഹത്തിന് അറിയിക്കണം.
സമൂഹത്തിന് അറിഞ്ഞു കഴിഞ്ഞു, പക്ഷെ നീ എന്നെ പറ്റി ഒരു കളവ് പറഞ്ഞിട്ടുണ്ട്, കരീമും കൂട്ടരും തന്നെ അങ്ങനെ ചെയ്തു, അതിനെ നീ തിരുത്തണം, നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ. പിന്നെ നിന്നെയും ഞാനിപ്പോ കംപ്ലൈന്റ് കൊടുത്തായിരുന്നു, പക്ഷെ നീയും കുടുംബവും നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ചിലപ്പോൾ നീ വാടക വീട്ടിലായിരിക്കും താമസിക്കുന്നുള്ളത്. നിന്നെയും ഞാൻ ഉപദ്രവിക്കാൻ ആളല്ല, ആരെയും ഞാൻ ഉപദ്രവിക്കാൻ പോകുന്നില്ല. എനിക്ക് എന്റെ റൂട്ട്, എന്നോട് ആരെങ്കിലും സഹായം ചോദിച്ചിട്ട് വന്നാൽ ഞാൻ അവരെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കും, അത്രേ ഉള്ളൂ. അതിന്റെ ഒരു വീടായാലും എന്തായാലും അത് നിയമത്തിന്റെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ആ പരിപാടി നിർത്തുകയും ചെയ്യും. പിന്നെ എന്റെ കൂപ്പൺ എടുത്ത ആൾക്കാർ വിഷമിക്കൊന്നും വേണ്ട. നിങ്ങളെ ക്യാഷ് എനിക്ക് നെറുക്കെടുപ്പ് നടത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ക്യാഷ് ഞാൻ അതാക്കൂ, നിങ്ങളെ ഏൽപ്പിക്കും. എന്റെ ബാങ്കിലേക്ക് ആ ക്യാഷ് വരുന്നുള്ളത്, ഞാൻ കയ്യിൽ കൂപ്പൺ തന്നിട്ട് പൈസ വാങ്ങുന്നുള്ളതല്ല. നല്ലൊരു കോഫി പൗഡർ ഒരു കിട്ടെടുത്ത കോഫി പൗഡറിന്റെ ബ്രാൻഡ് തുടങ്ങിയിട്ട് അതിന് GST ഉണ്ടാക്കിയിട്ട് അതിന് ലൈസൻസ് എടുത്തിട്ട് അതിന് സമ്മാന കൂപ്പണായിട്ടാണ് ഞാൻ കൊടുക്കുന്നുള്ളത്. അതിന് ഒരു നിയമവ്യവസ്ഥയും ഞാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആവശ്യമുള്ള ആൾക്കാരെ ഞങ്ങളെ വിളിച്ചിട്ട് വാങ്ങുന്ന പിന്നെ കോഫി പൗഡറിന്റെ കിറ്റാണ്, ഞങ്ങൾ പോയി നിർബന്ധിച്ച് കൊടുക്കുന്നതല്ല. അത് എന്നെ വിശ്വാസം ഉള്ളതുകൊണ്ട് ആൾക്കാർ എന്നോട് എടുക്കുന്നുണ്ട്. അതിൽ 1, 2, 3 ഫാമിലി രക്ഷപ്പെടുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഫസ്റ്റ് പ്രൈസ് കിട്ടിയാലും രക്ഷപ്പെടുന്നു, സെക്കൻഡ് കിട്ടിയാലും രക്ഷപ്പെടുന്നു, തേർഡ് പ്രൈസ് കിട്ടിയാലും രക്ഷപ്പെടുന്നു. രക്ഷപ്പെട്ട ചരിത്രമുണ്ട്, എനിക്ക് കാണിച്ചു തരാൻ പറ്റൂ. ആർക്കും ഏത് ബ്ലോഗറിന് വേണമെങ്കിലും എരുമാട് വരാം. എന്റെ വീട്ടിൽ നിന്ന് 4 മാസമായി പൂട്ടിക്കിടക്കുന്നു, കാട് കയറിയിട്ടുണ്ട്. അതിന് നോക്കാൻ ആളെ വെച്ചിട്ടുണ്ട്, ആള് ശമ്പളം കൊടുത്തിട്ട് ഒരു വാച്ച്മാനെ വെച്ചിട്ടുണ്ട്, എന്റെ നാട്ടുകാരനെ തന്നെ. അറിയോ, എന്റെ വീട്ടിൽ ഞാനില്ല, ഞാൻ വാടക വീട്ടിലല്ല. അയാൾ സെയിൽ വെച്ചിട്ടുണ്ട്, സെയിലായിട്ടില്ല, അയാൾ ഉദ്ദേശിക്കുന്ന വില കിട്ടിയിട്ടില്ല, പെട്ടെന്ന് സെയിലാവും. ഇപ്പൊ നാളെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു പാർട്ടി വരുന്നത് സെയിലാവും. ഇതാണ് എന്റെ കോഫി പൗഡർ, KKC കോഫി നിർത്തി എന്റെ സ്വന്തം പേരിൽ കടവിൽ കരീം കൂർഗ് എന്ന സ്വന്തം പേരിൽ ഞാൻ ഉണ്ടാക്കിയ സ്വന്തം ബ്രാൻഡ്. ഞങ്ങൾ തന്നെ മില്ലില് ഞങ്ങൾ തന്നെ ഒറിജിനൽ 80% കോഫി പൗഡർ ആർക്കും ചെക്ക് ചെയ്യാൻ പോയിട്ട് ഇതിൽ മിക്സ് എന്ന് കൊണ്ടുവന്നു. ഈ ഒറിജിനൽ കോഫി പൗഡറിന്റെ കൂടെ ഗിഫ്റ്റ് വച്ചറായിട്ട് കൊടുക്കുന്നതാണ് ഞങ്ങള്. പിന്നെ നെർക്ക് കൂപ്പണ്. ഇനി ആൾക്കാരെ ക്യാഷ് കൊടുത്തിട്ടില്ലെങ്കിൽ ആൾക്കാർക്ക് എന്താക്കാം, നിയമപരമായിട്ട് പോകാൻ പറ്റൂ. ഒരു പേപ്പറും ഇല്ലാതെ ഞാൻ ചെയ്യുന്നൊന്നുമല്ല. അങ്ങനെ ബോച്ച എന്ന് പറയുന്ന ആള് ചെയ്യുന്നുണ്ടല്ലോ, ചായപ്പൊടി വെച്ചിട്ട് കേരളത്തിൽ ആൾക്ക് നടക്കുന്നില്ല പരിപാടി. അപ്പൊ ഞാനൊരു ബ്രാൻഡ് എന്തെങ്കിലും ഒരു പാത്രം എവിടെന്നെങ്കിലും കുറെ കെട്ടിക്കൊണ്ടുവന്നിട്ട് ആ പാത്രത്തിന് ഇത്ര 500, 1000 കൊടുക്കുന്നതല്ല. ഞാനൊരു ബ്രാൻഡ് തുടങ്ങിയിട്ട് അതിന് സമ്മാന കൂപ്പണായിട്ടാണ് കൊടുക്കുന്നുള്ളത്. ഇതിന് ഞാൻ ടാക്സ് എടുക്കുന്നുണ്ട്, ഞാൻ GST മാസം അടക്കുന്നുണ്ട്. എന്റെ ബില്ല് ബുക്ക് ഇതുവരെ കൊടുത്ത കൂപ്പണിന് തേച്ച് ഞാൻ ബില്ല് എഴുതിയിട്ടുണ്ട്, GST അടക്കുന്നുണ്ട്. ഞാൻ ധൈര്യത്തിൽ എനിക്ക് പറയാൻ പറ്റൂ, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല എന്നല്ല. ഒരാളെ തകർത്താൻ വേണ്ടി പലതും ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ പോയിക്കൊണ്ടുള്ള നിയമപരമായിട്ടാണ്. എന്നെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഞാൻ ഇപ്പൊ ചെയ്യുന്ന പദ്ധതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, തട്ടിപ്പുണ്ടോ എന്ന് ചൊരിഞ്ഞു നോക്കുക, അതിനെ എതിർക്കുക. കഴിഞ്ഞു കിടന്ന എന്റെ വീട്ടിന്റെ പദ്ധതിയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, പിന്നെ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് എന്താക്കുക, ചൊരിഞ്ഞു നോക്കുക. അതിനുള്ള തെളിവ് ഞങ്ങൾ തരാം. അല്ലാതെ എന്റെ ഭൂതകാല ചരിത്രം ഞാനെന്താ മനുഷ്യനല്ലേ, തെറ്റുകൾ വന്നു പോയിട്ടുണ്ടാവും. എന്താ നന്നായിക്കൂടെ ഒരു മനുഷ്യനിക്ക്? അപ്പൊ ദയവ് ചെയ്ത് എല്ലാവരും മനസ്സിലാക്കുക. ഒരുപാട് സമയം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് സോറി. അപ്പൊ എല്ലാവരും പിന്നെ ഇന്നലെയുള്ള എനിക്കെതിരായ വീഡിയോ കണ്ടിട്ട് ആരും ബേജാറാക്കാൻ പാടില്ല, എന്നെ സ്നേഹിക്കുന്നവര്. അപ്പൊ എല്ലാവരും എന്താക്കാന്ന് പറഞ്ഞാൽ, ഷംനാദ് ജീവിച്ചിരിപ്പുണ്ട് പിന്നെ എവിടെ, കൊല്ലത്ത്. ഷംനാദിനെ നിങ്ങളെ നാട്ടുകാർ, അടുത്ത നാട്ടുകാർ, അയൽവക്കക്കാരുണ്ടെങ്കിൽ ഷംനാദിനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ സത്യാവസ്ഥ തെളിയിക്കുക. ഞാൻ എന്തൊരു നിയമ പോരാട്ടത്തിന് ഇതിൽ തയ്യാറാണ്. എനിക്ക് ഒരു വിഷയമില്ല, ഒരു പേടിയില്ല. കാരണം ഞാൻ തെറ്റെയ്തിനൊക്കെ എങ്കിലേ ഞാൻ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഒരാളെ ഒരു വോയിസ് കോൾ ആക്റ്റീവ് നടത്തി കരീം അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കള്ളനായിക്കൊള്ളുന്നില്ല. പിന്നെ ഞാനത് കളവ് പറഞ്ഞാലും പിന്നെ അവനൊരു കംപ്ലൈന്റോ കാര്യമോ ചെയ്താൽ ഞാൻ കുടുങ്ങുകയും ചെയ്യും. അതെനിക്കറിയാം. ഇപ്പോഴത്തെ നിയമത്തിനെ പറ്റി പാങ്ങല അറിയാം. എനിക്ക് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റൂ. ഞാൻ കോൾ ചെയ്തും കോൾ റെക്കോർഡ് എല്ലാം ഉണ്ടാവുമല്ലോ എൻ്റെ അടുത്ത്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ എല്ലാവരും വേദിച്ച് ഈ ഒരു നെറുക്കെടുപ്പിന് സപ്പോർട്ട് ചെയ്യുക. അടുത്തത് ഞാൻ ഇനി നെറുക്കെടുപ്പ് ചെയ്തോളണമെന്നില്ല, ചെയ്യുന്നില്ല. കാരണം വേണ്ട, ആരെയും സഹായിക്കണോ അത് ഇത് എന്നിട്ട് നമ്മൾ പോയാൽ ചിലപ്പോൾ എന്താവും, നമ്മളെ കുടുംബം പിന്നെയും കണ്ണീരിലാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ സുലൈമാനിക്കാവും അവരെ ഫാമിലിയും നാളെയോ മറ്റന്നാളോ ജപ്തിയിൽ അയാള് വയ്യാതാരായി പോവും. വലിയ വീടാണ്, പക്ഷെ വലിയ വീടെങ്കിലും അയാൾക്ക് വലിയ കടമാണുള്ളത്. അയാൾ എന്തിനാ വീട് കെട്ടിയോ ചോദിക്കുന്നത് എല്ലാവരും. 2 കോടി ഉറുപ്പന്റെ വീട് കെട്ടി. അന്ന് അയാൾ 10 കോടി ഉറുപ്പന്റെ മുകളിൽ പ്രോപ്പർട്ടി ഉള്ള ആളായിരുന്നു, സ്വത്തുള്ള ആളായിരുന്നു, കച്ചവടമുള്ള ആളായിരുന്നു. അയാൾ പൊളിഞ്ഞുപോയി. പിന്നെ ആ വീട് വെച്ചിട്ട് അയാളെ കടം വീട്, അക്കടപാട് വീടിയിട്ട് നേരെ മരിക്കാന്ന് പറഞ്ഞിട്ട് അയാളും ഫാമിലി ഉള്ളത്. അത് നിങ്ങൾക്ക് അന്വേഷിക്കുക.
എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? ആർക്കും ഉപകാരം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉപദ്രവം ചെയ്യല്ല. ഒരു വ്യൂസിന് വേണ്ടിയിട്ട്, കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാശുണ്ടാക്കാൻ വേറെന്തൊക്കെ വഴിയുണ്ട്? ഞാൻ കെട്ടിയിട്ടു. അതുമല്ല, എന്താ എടുക്കുന്ന സമയത്ത് തൊണ്ട പൊട്ടിയിട്ട് ഒരാൾക്ക് പോലും ഞാൻ മറുപടി കൊടുക്കാതെ നിന്നിട്ടില്ല. ഒരു 28,000 ടിക്കറ്റ് കൂപ്പൺ ഞാൻ അന്ന് വിറ്റിട്ടുണ്ട്. ആ ആൾക്കാർ തേച്ചു എന്നെ വിളിച്ചിട്ട് എൻക്വയറി ആക്കുന്ന അവർക്ക് തേച്ച് ഞാൻ ഉത്തരം കൊടുത്തേ. ഞാൻ ആളെ വെച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യാൻ ആക്കിയിട്ടുണ്ടായിട്ടില്ല. ഞാൻ ഉത്തരം കൊടുത്ത് ലാസ്റ്റ് നെറുക്കെടുപ്പ് കഴിഞ്ഞിട്ട് ഒരാഴ്ച ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ടായി തൊണ്ട പൊട്ടിയിട്ട്. അതിന്റെ അടുക്ക ഞാൻ ഈ ഷംനാദിന് 10 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞ ഷംനാദിന് ഞാൻ പോയിട്ട് 3 ലക്ഷം അവന്റെ അടുത്ത് പിടിച്ചു പറിക്കുന്ന എന്നെ തേടിയിട്ട് ഒരു കുടുംബം വയ്യാതാരാവും പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് വന്ന ഒരുത്തനെ കെട്ടിയിടാന് അത്രയും തരം താണവനല്ലാന്ന് എന്റെ നാട്ടുകാർക്ക് തന്നെ അറിയാം, കൊടുകാർക്കറിയാം. അത്രയും തരം താണവനല്ല കരീമ്. അപ്പൊ ദയവീത് എല്ലാവരും എന്താ ക്ഷമിക്കുക. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇനി ഞാൻ ഒരാളോട് യുദ്ധത്തിനോ പൊരുതാനോ ഇല്ല. എന്നെ എതിരായിട്ട് വീഡിയോ ആക്കിയ ആൾക്കും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഷംനാദിനും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഷംനാദിന് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളായിട്ടുണ്ടെങ്കിൽ ഷംനാദ് പുറത്തു വരാം. ഞാൻ നിന്ന് എന്തെങ്കിലും ചെയ്തിട്ടെങ്കിൽ എന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കുക. അതിനുള്ള നിയമങ്ങളെല്ലാം ഇല്ലേ? ഒരു വക്കീലിനെ വെച്ചിട്ട് വന്നാലേ ഇല്ല. എന്ത് പേടിക്കാൻ? ആരും പേടിക്കാനില്ല ഈ കാലത്ത്. ഓക്കെ, ദയവ് എല്ലാവരും എന്താ പറഞ്ഞാൽ മനസ്സിലാക്കുക. അത്രേ പറയാനുള്ളൂ.